ഒരു ലോയൽ ക്ലയൻറ്റ് ബേസ് എങ്ങനെയാണ് നിങ്ങളുടെ ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുക വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം? ഓക്കെ, എന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഓഫർ ഹൈ ക്വാളിറ്റി കോച്ചിങ്. വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് തിങ്. എങ്ങനെയാണ് വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ഓക്കെ, ബേസ്ഡ് ഓൺ കസ്റ്റമറിൻ്റെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, സെക്കൻഡ് പോയിൻ്റ് ഇൻഡിവിജ്വൽ സപ്പോർട്ട് സിസ്റ്റം. വളരെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ, നിങ്ങളുടെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇൻഡിവിജ്വൽ സപ്പോർട്ട് സിസ്റ്റമാണ് ഓഫർ ചെയ്യുന്നത്. എനി ടൈം ഏത് തരത്തിലുള്ള സംശയങ്ങളും ആളുകൾക്ക് ചോദിക്കാം. ആ രീതിയിലൊരു ഇൻഡിവിജ്വൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ അതൊരു വളരെ ഒരു അധിക ക്രെഡിബിലിറ്റി ഉണ്ടാവും, ഒരു വിശ്വാസ്യത ആളുകൾക്ക് ഉണ്ടാവും. നെക്സ്റ്റ് പോയിൻ്റ് കമ്മ്യൂണിക്കേറ്റ് റെഗുലർലി. നിങ്ങളുടെ സ്റ്റുഡൻസുമായിട്ട് ഡെയിലി ബേസിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനത് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് ആസ്ക് ഫീഡ്ബാക്ക് റെഗുലർലി. നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയെക്കുറിച്ചാണെങ്കിലും അവരുടെ ചലഞ്ചസിനെ കുറിച്ചാണെങ്കിലും ഫീഡ്ബാക്കുകൾ എല്ലാ ദിവസവും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി ബേസിലാണെങ്കിലും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കണം. ഏത് തരത്തിലുള്ള ചലഞ്ചസിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അവർക്ക് അച്ചീവ് ചെയ്യാനുണ്ട്, അവരുടെ ഗോളിലേക്ക് അവർക്ക് എത്ര ഫാസ്റ്റായിട്ട് അവർക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്തയായിരിക്കണം ആസ് എ മെൻറ്റർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. സോ ആസ്ക് ഫീഡ്ബാക്ക് റെഗുലർലി. നെക്സ്റ്റ് വൺ, ബിൽഡ് എ ഗുഡ് ഫ്രണ്ട്ലി റിലേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ആളുകളെ എപ്പോഴും കണക്ട് ചെയ്ത് നിർത്തണം. ഒരിക്കലും നിങ്ങളുടെ ക്ലയൻസിനെ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകത്തി നിർത്താൻ പാടില്ല. അവരെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണം. നെക്സ്റ്റ്, ബി സിമ്പിൾ. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വേണ്ടി ഇൻസ്പയർ ദം. അവരെ വളരെ രീതിയിൽ ഇൻസ്പയർ ചെയ്യുക. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ, അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ്, ബി എ വൈബ്രൻറ്റ് മോഡ്. ഓൾവേസ് ബി എ വൈബ്രൻറ്റ്. കാരണം നിങ്ങൾ വളരെ ആക്റ്റീവായിട്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ക്ലയൻസിനൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. ഓക്കെ, കോൺഫിഡൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക, അവർക്ക് അവരുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക, അവരുടെ പ്രോബ്ലത്തിന് അവർക്ക് പരിഹാരം കിട്ടുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലോയൽ ക്ലയൻറ്റ് ബേസ്. അമേസിംഗ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് ബേസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും വിതിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഇത് നിങ്ങളുടെ മനോഭാവം അനുസരിച്ചിട്ടാണ്. പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ വാല്യൂ ഡെലിവർ ചെയ്യുന്നത്, ദ വേ യു ടീച്ച് ഇറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഇതൊരു ബേസിക്കലി ഇതൊരു സൈക്കോളജിയാണ്. ആൾക്കാരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ആളുകളോട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അവരുടെ മാനസിക നില അറിഞ്ഞ് സംസാരിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ആർജിച്ചെടുക്കണം. ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഡെഡിക്കേറ്റഡായിട്ട് നിങ്ങളുടെ നീഷുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും മാക്സിമം അവർക്ക് ഗ്രോത്ത് കൊടുക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വന്നു ഭവിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോയൽ ക്ലയൻറ്റ് ബേസ് ബിൽഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്താണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? താഴത്തെ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സൂപ്പർ യൂസ്ഫുൾ എന്ന ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ജെയിൻ പ്രഭാർ എന്നുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.